ഹലോ നമസ്കാരമുണ്ട്, ശാലിനിയാണ് ഇവിടെ. അതെ, ഇന്നിപ്പോ സ്പോട്ട്ലൈറ്റിൽ എന്റെ ഗസ്റ്റ് ഉദയം പേരൂരുകാരൻ സാജു ആണെന്ന് പറഞ്ഞ ഉടൻ എന്നെ മനസ്സിലുണ്ടാവും, അയ്യോ ഉദയം പേരൂർ അങ്ങനെ എത്ര സാജു താമസിക്കുന്നുണ്ട്, ഇതിപ്പോ ഏത് സാജു എന്നാണെങ്കിൽ ഞാൻ കുറച്ചുകൂടി എളുപ്പത്തിന് പറയാം. സാജു നവോദയാണ് ഇന്ന് റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റിൽ എന്റെ ഗസ്റ്റ്. അപ്പോഴും സംശയാവും അല്ലേ, ഇതാരപ്പോ സ്പോട്ട്ലൈറ്റിൽ വിളിക്കാൻ മാത്രം സാജു നവോദയാന്ന്. എന്നാലേ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കണ മ്യൂസിക് വല്ല പരിചയമുണ്ടോ നോക്കിയാൽ ചിലപ്പോ പിടുത്തം കിട്ടുമായിരിക്കും ആളെ. യെസ്, സാധാരണ പോലെയല്ല ഇന്ന് സ്പോട്ട്ലൈറ്റിൽ ഞാൻ കുറച്ച് കെയർഫുൾ ആയിട്ടായിരിക്കണം. കാരണം വന്നിരിക്കുന്ന ആളുടെ പേര് പാഷാണൻ ഷാജി എന്നാണ്. വെൽക്കം ടു സ്പോട്ട്ലൈറ്റ്. താങ്ക് യു. ഇത്ര ചിരിച്ചിട്ട് ആദ്യമായിട്ടാണ് ഒരാളെ ഇരട്ട പേര് വിളിക്കുമ്പോ താങ്ക് യു എന്ന് പറയണത്. സാധാരണ എല്ലാവരും കലിപ്പിച്ചൊരു നോട്ടം തന്നെ നോക്കാറ്. അല്ല, അങ്ങനെയല്ല, ഇത് ഇരട്ട പേരായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇതിപ്പോ എന്റെ പേരായിട്ട് തന്നെ കൊണ്ടെടുക്കുവോ. എനിക്ക് അത്ര ഇഷ്ടം ആ പേരൻ പാഷാണൻ ഷാജി എന്ന് വിളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ പാഷാണൻ ഷാജി അല്ല, ഈ ഷാജിക്ക് മുമ്പ് എന്തോ സംഭവങ്ങൾ ഉണ്ടെന്ന് അറിയാം. അത് പാഷാണോണെന്ന് അറിയാത്ത ആൾക്കാർ ഹലോ ഭാസ്കരൻ ഷാജി, ഹലോ പാൽക്കാരൻ ഷാജി അങ്ങനെ വിളിക്കുന്നവരുണ്ട്. എന്തോ ഒരു ഷാജി. ഞാനും എന്റെ വൈഫും കൂടി ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ട്രിപ്പൊക്കെ ഇട്ടൊരു ചേട്ടനെ ഇങ്ങനെ കൊണ്ടുപോകുക, തീരെ വയ്യ പുള്ളിക്ക്. ഞാൻ അവിടെ ഇരിക്കണ്ട അതേപോലെ റിവേഴ്സ് വന്നിട്ട് പതിയെ ചോദിക്കുക, പാതാളൻ ഷാജി അല്ലേ? ഏതോ ഒരു ഷാജിയാന്നറിയാം. ഞാൻ പറഞ്ഞു ശരി ചേട്ടാ പോയി കിടന്നോളാൻ പറഞ്ഞു. ആദ്യം പോയിട്ടൊന്ന് മര്യാദക്ക് വാ. ആരോഗ്യം ഇല്ല ചേട്ടൻ, ആ ഒരു അവസ്ഥയിലായിരുന്നു. സാധാരണ ഈ കലാകാരന്മാർക്ക് ശരിയാണ് ഒരു സ്റ്റേജ് നെയിം ഒക്കെ കാണും, അത് പക്ഷെ നല്ല കിടിലൻ പേരായിരിക്കും എപ്പോഴും. അപ്പൊ ഇതുപോലൊരു പേര് ഇട്ടതിലും കിട്ടിയതിലും വളരെ സന്തോഷമുണ്ടെന്ന് പറഞ്ഞതിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട് കേട്ടോ. എനിക്ക് സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പലരും പറയുന്നുണ്ട്, ഇപ്പം ഫോർ എക്സാമ്പിൾ മണിയമ്പിള്ള രാജുചേട്ടൻ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പഠിച്ച പണി 18 നോക്കിയിട്ടുണ്ട് അത്ര, ഈ പേര് മാറ്റി സുധീർ കുമാർ തന്നെ, അത് സ്റ്റൈലം പേരാണല്ലോ. പക്ഷെ എന്തോ നാട്ടുകാർ സമ്മതിച്ചു കൊടുത്തില്ല, അതുകൊണ്ടാണ് ഇത്ര വർഷം കഴിഞ്ഞിട്ട് ഈ പേര്. അതുകൊണ്ടായിരിക്കില്ല, ചിലപ്പോ ആ സമയത്ത് പേര് മാറ്റിയായിരുന്നെങ്കിൽ ഇതുപോലെ മണിമുൾ രാജു എന്ന് പറഞ്ഞ നടൻ ഇവിടെ ഉണ്ടാവൂല. ചിലപ്പോ അത് ആ പേരുള്ളത് കൊണ്ട് ഇങ്ങനെ വന്നേക്കണായിരിക്കുള്ളൂ. എന്തായാലും അങ്ങനെ ഇരട്ട പേര് കിട്ടുന്നത് ഒരു പക്ഷേ നല്ലതായിരിക്കും കേട്ടോ. ശുക്രന ആണല്ലേ, നമുക്ക് ശുക്രന. എനിക്ക് ശുക്രന. ഇപ്പൊ ഞാൻ ഈ സ്പോട്ട്ലൈറ്റിലേക്ക് ക്ഷണിച്ചപ്പോ എന്തൊക്കെ പണി മാറ്റി വെച്ചിട്ടാ വന്നത്? അല്ല, ഇപ്പൊ എനിക്കൊരു അവാർഡ് നൈറ്റ് ഉണ്ട്, അതിന്റെ ഒരു പുതിയ സ്കിറ്റ് കാര്യങ്ങൾ എഴുതി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞു, ഇനി ഒരു ഇനാഗ്രേഷന് പോകണം. ഇതിനിടക്കാണ് ഞാൻ വന്നേക്കണത്. ഓ, ഇതിനിടയ്ക്ക് വല്ല പടത്തിന്റെ ലൊക്കേഷൻ വല്ല വന്നാണോ? ഇല്ല, പടത്തിന്റെ ലൊക്കേഷൻ അല്ല. പടം ഞാൻ ഇവിടെ വയനാട് ഫെസ്റ്റ് കഴിഞ്ഞിട്ട് വന്ന വഴിയാണ്. എന്റെ ഷോ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് വന്ന് ഇവിടെ ലാൻഡ് ചെയ്തു, നേരെ സ്ക്രിപ്റ്റ് വർക്ക്. അതിനിടയ്ക്ക് നിങ്ങളുടെ അടുത്തെത്തി. ഇനിയിപ്പോ നിങ്ങൾ വിട്ടാ ഞാൻ ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകും. ചുരുക്കത്തിൽ ഓട്ടോ വണ്ടിനേക്കാൾ കൂടുതൽ ഞാനാ ഓടുന്നത്. അപ്പൊ ശുക്രൻ തന്നെയാ നമുക്ക്. എനിക്ക് സ്പോട്ട്ലൈറ്റിലെ ഞാനിപ്പോ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്കാണോ ഇന്റർവ്യൂ ചെയ്യേണ്ടത്, അതോ ഒരു ഫിലിം സ്റ്റാർ എന്നുള്ള നിലയ്ക്കാണോ ഇന്റർവ്യൂ ചെയ്യേണ്ടത്, എങ്ങനെ വേണ്ടത്, അതോ ടി വി ആർട്ടിസ്റ്റ് എന്നോ? അല്ല, മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ട് വന്ന് ടി വി കൂടി കയറി നേരെ സിനിമ വന്നു എന്നുള്ള രീതിയിൽ എന്നോട് ഇന്റർവ്യൂ ചെയ്താൽ മതി. ആണോ? സാജു നവോദയയുടെ അടുത്ത് ചെയ്താൽ മതി അല്ലേ? കരിയർ വെച്ചിട്ടൊന്നും ചെയ്യേണ്ടത്. ഇല്ല, വേണ്ട. അങ്ങനെ പാഷാണൻ ഷാജിനെ വെച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാശം നിങ്ങൾക്ക് തന്നെയാണ്. ഇവിടെ എന്നെ കുറെ പേര് പേടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറെ ആശംസയൊക്കെ അറിയിച്ചിട്ടുണ്ട് കേട്ടോ. എന്തിനാണ് വെറുതെ പാളത്തിൽ കൊണ്ട് തലവെക്കണേന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ ഫ്രണ്ട്സ് അയച്ചിട്ടുണ്ട്. എന്നെ പരിചയമില്ലാഞ്ഞിട്ടാണ്, ഞാൻ ഇത്ര പാവണെന്ന് അവർക്ക് അറിയില്ല എന്നാ പറഞ്ഞത്. എന്നാ ചോദിക്കട്ടെ, ഉദയം പേരൂരുകാരൻ PT സാജു എങ്ങനെ സാജു നവോദയത്? പ്രീ ഡിഗ്രി കഴിഞ്ഞ സമയത്താണ് മിമിക്രി ഫീൽഡിൽ വന്നതും പ്രൊഫഷണൽ ട്രൂപ്പിൽ കളിക്കുന്നതും. അങ്ങനെ മനോജ് ഗിന്നസിന്റെ ട്രൂപ്പിൽ, കൊച്ചിൻ നവോദയ എന്ന് പറഞ്ഞ ട്രൂപ്പിൽ ഞാൻ ജോയിൻ ചെയ്ത്. അങ്ങനെ മനോജ് ഗിന്നസ് ആണ് എനിക്ക് ഈ പേരിട്ട് തന്നത്. സാജുവിന്റെ കൂടെ നവോദയ എന്നും കൂടി ചേർത്ത് വിട്ടത്. അന്ന് തൊട്ട് സാജു നവോദയായിരുന്നു. അതിനുശേഷം ഞാൻ കൊച്ചിൻ ഗിന്നസിലേക്കായി. കൊച്ചിൻ ഗിന്നസിൽ നിന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് ബാച്ച് കൂടി ഞങ്ങൾ പുതിയൊരു ട്രൂപ്പ് തുടങ്ങി. അതാണോ കൊച്ചിൻ ജോക്കേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഇങ്ങനെ റിയാലിറ്റി ഷോ ഒരു ചാനലിൽ വന്നത് അറിഞ്ഞത്. അങ്ങനെ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ ഞാൻ പോയപ്പോൾ മറ്റുള്ളവർ എന്നെ കളിയാക്കി പറഞ്ഞു, എന്തിനാടാ കോളേജിൽ പഠിച്ചിട്ട് സ്കൂളിൽ പോയി പഠിക്കണമെന്ന് വെച്ചാൽ. ഞാൻ പറഞ്ഞു സ്കൂളിൽ പഠിച്ച കഞ്ഞി കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രോഗ്രാം വിൻ ചെയ്ത് 50 ലക്ഷം രൂപയും വാങ്ങിച്ച് 5 പേരുണ്ടായിരുന്നു. 5 പേർക്ക് ഈക്വൽ ആയിട്ട് ഞാൻ ഷെയർ ചെയ്ത് കൊടുത്ത് എന്റെ പങ്ക് ഞാനും എടുത്തു. അവിടെയാണ് ഈ പാഷാണൻ ഷാജി ജനിക്കണം. അവിടെയാണ് അത് ഞങ്ങൾ ചെയ്യാൻ വെച്ച ഒരു സ്കിറ്റ്. ഉച്ചക്ക് ഞങ്ങൾ ചെയ്യേണ്ട സ്കിറ്റ് രാവിലെ വേറൊരു ടീം കയറി കളിച്ചു. അതേ പാറ്റേൺ ചെയ്തേക്കുന്ന സെയിം പാറ്റേൺ. അപ്പൊ അവിടെ വിളിച്ചു പറഞ്ഞാലൊന്നും കാര്യം നടക്കില്ല. ഉച്ചക്ക് ഇന്ന മണിക്ക് ചെല്ലണം, ഷോ നിങ്ങൾ കളിച്ചിരിക്കണം. അങ്ങനെ പെട്ടെന്നിരുന്ന് ഞങ്ങൾ തട്ടിക്കൂട്ടിയതാണ് ഈ പാഷാണൻ ഷാജി. ഒറ്റ ക്യാരക്ടർ. അപ്പൊ ഞാൻ മാത്രം കളിച്ചാൽ മതി, ബാക്കിയുള്ളവർ സപ്പോർട്ട് ചെയ്താൽ മതി. സ്റ്റേജിൽ സ്പോട്ടിൽ ഓഡിയൻസ് ചിരിക്കുന്ന ആ സ്പോട്ടിൽ തന്നെ ചെയ്ത എല്ലാം അങ്ങനെ ചെയ്ത. ഇതിനിടയ്ക്ക് ഞാൻ കേട്ടിട്ടുണ്ട് ഈ കൂടെ 4 പേരും കൂടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതെ. ആ 4 പേര് അവസാന നിമിഷത്തിൽ കയറി വന്നൊരു കച്ചിത്തുരുമ്പായിരുന്നു. അതെ, തീർച്ചയായും. ആദ്യം 4 ഫ്രണ്ട്സ് പറ്റിച്ചല്ലേ? ആദ്യം 4 ഫ്രണ്ട്സ് പറ്റിച്ചു. അത് പറ്റിച്ചത് പറഞ്ഞാൽ വേറെ അല്ല, അവർക്ക് നാണം. ഒരാൾക്ക് വന്നൊന്നുണ്ടാവും ചിലപ്പോ. റിയാലിറ്റി ഷോയിൽ നടക്കുമ്പോഴും 10-35 വയസ്സൊക്കെ ഉണ്ട് എല്ലാവർക്കും. എനിക്കല്ലാട്ടെ, ഞാൻ 23.
വിശ്വസിച്ചു പറഞ്ഞോ. അപ്പൊ പിന്നെ നാണിച്ച് നിന്നതിൽ ഒരാൾ വന്ന് ജോയിൻ ചെയ്തു. പിന്നെ മറ്റൊരാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രൈസ് കിട്ടിയെന്ന് അറിഞ്ഞെന്ന് നെഞ്ചുവേന വന്ന ഒരാളുണ്ട്. എന്നോട് പറഞ്ഞു എടാ എനിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ ആളുണ്ട്. എന്തേ പെട്ടെന്ന് ഒരു റിയാലിറ്റി ഷോയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇന്ന് പങ്കെടുത്ത് നോക്കാൻ ആ ഒരു പ്രൈസ് മണി കണ്ടപ്പോഴാണോ? സാമ്പത്തികമായിട്ട് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു ആ ടൈം. മിമിക്രി കളിച്ചാലും 500 രൂപയ്ക്ക് പേയ്മെന്റ് അന്നേരം. 14 വർഷമായി ഞാനും വൈഫുമായിട്ട് മാറി ഒറ്റക്ക് താമസിക്കാൻ തുടങ്ങി. അപ്പൊ അതിന്റേതായിട്ടുള്ള ചെറിയ ഉണ്ടാവുമല്ലോ. പിന്നെ ഈ 500 രൂപ വെച്ചാൽ 200 രൂപ വയറ്റിൽ നിന്ന് ഓട്ടോറിക്ഷ കാശ് കൊടുക്കും എന്റെ വീട്ടിൽ ചെല്ലെങ്കിൽ. ഇതൊരു കച്ചിത്തുരുമ്പായിരുന്നു ഈ സമ്മാനത്തുക. അതിനുവേണ്ടി ഞാൻ മാക്സിമം ട്രൈ ചെയ്തു. അന്ന് കിട്ടിയ 50 ലക്ഷം രൂപ എന്താ ചെയ്തത്? അപ്പൊ തന്നെ എനിക്ക് കുറെ കടങ്ങളും ബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. ഒരു 3 ലക്ഷം രൂപ അതുമേന്നെടുത്ത് ഞാൻ നേരെ കടം എല്ലാവർക്കും കൊടുത്ത് തീർത്തു കഴിഞ്ഞു വന്നപ്പോഴത്തേക്ക് 100 രൂപ എന്റെ ബാലൻസ് ഉണ്ട്. ബാക്കി ഒരു വണ്ടിക്ക് അഡ്വാൻസ് കൊടുത്ത് 4 പേരും ഒരേപോലത്തെ കാർ വാങ്ങിച്ചത്. അത് തന്നെ ആ കാറിന്റെ കാശ് കൊടുത്തിട്ട് ബാക്കിയുള്ള എമൗണ്ട് മൊത്തം എടുത്തിട്ട് എന്റെ വൈഫിന് ഫുള്ള് ഗോൾഡ് വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ഞങ്ങൾ 4 പേര് കാർ എടുത്തതിൽ വേറെ രസമുള്ള ഒരാളുണ്ട്. വണ്ടി ഇടുന്നുണ്ട് കേട്ടില്ല. പുള്ളി സെക്കൻഡ് ഹാൻഡ് ഒരു വണ്ടി മേടിച്ചു. സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിച്ച് ഞങ്ങൾ മഴയത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് മഴ കൊള്ളാതിരിക്കും ബസ് സ്റ്റോപ്പിൽ കയറിയിരുന്നു. വണ്ടിയുടെ അകത്ത് അതിലും വലിയ മഴ ചോർന്നിട്ട്. നിങ്ങളുടെ 5 പേരുടെ കൂട്ടത്തിലുള്ള ഒരാള് വണ്ടി എടുക്കുന്ന അങ്ങനത്തെ ഒരു വണ്ടി ഒരു ദിവസം ഓടിക്കൊണ്ട് പോകുമ്പോഴത്തേക്ക് ഫ്രണ്ടിൽ നിന്ന് മൊത്തം പുക വന്നു. നോക്കുമ്പോ ചായ തിളക്കണ പോലെ റേഡിയേറ്റർ കിടന്ന് അടപ്പൊന്നുമില്ല, അതിന് റേഡിയേറ്ററിന് ഗ്യാപ്പില്ല. ഈ വണ്ടി ഇട്ടിട്ട് ഓടി ഞങ്ങള്. എന്നിട്ട് വണ്ടി എന്ത് കാണിച്ചോ ആവോ, അവന്റെ പേരിൽ കേസുണ്ടാന്ന് അറിയില്ല. എത്ര വർഷത്തെ പരിചയമുണ്ട് മിമിക്രി രംഗത്ത്? 98 കഴിഞ്ഞപ്പോൾ ഞാൻ പ്രൊഫഷണൽ ആയിട്ട് പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങിയത്. അതിനു മുന്നേ യൂത്ത് ഫെസ്റ്റിവലൊക്കെ പങ്കെടുത്തിട്ടില്ലേ? പിന്നെ യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കണ എന്റെ പങ്കെടുക്കൽ ഭയങ്കര രസമുള്ള പങ്കെടുക്കും. ഞാൻ എല്ലാത്തിനും പേര് കൊടുക്കും. ഈ അക്ഷര ശ്ലോകത്തിനൊക്കെ പേര് കൊടുക്കും. എന്നിട്ട് ചെസ് നമ്പർ വിളിക്കുമ്പോൾ ഞാൻ എവിടെയെങ്കിലും ഒളിച്ചിരിക്കും. എന്റെ വീട്ടിന്റെ വാതിൽക്ക് തന്നെ സ്കൂള്. ചെസ് നമ്പർ 1 സാജു, ചെസ് നമ്പർ 2 സാജു എന്ന് പറയുമ്പോൾ ഞാൻ വീട്ടിൽ ചായ കുടിച്ചിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടവും പരിപാടിയിലൊക്കെ പങ്കെടുക്കാൻ. അത് ഡ്രോയിങ് ആണെങ്കിലും പാട്ടാണെങ്കിലും എന്തിനും പേര് കൊടുക്കും. പക്ഷെ അക്ഷര ശ്ലോകം നമുക്ക് പറ്റൂല. എന്നാലും അതിനുകൊണ്ട് പേര് കൊടുക്കുക. എന്തായതാന്ന് അറിയാൻ പാടില്ല. സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നേ? സമ്മാനം അന്നേരം മിമിക്രി, മോണോക്ട്, നാടകം, മാപ്പിളപ്പാട്ട്, കഥാപ്രസംഗം ചെയ്തിട്ടുണ്ട്, ഡ്രോയിങ്, ഡാൻസ് ചെയ്തിട്ടുണ്ടോ? ഡാൻസ് ചെയ്തിട്ടുണ്ട്. അന്നേരം എന്നാ ചിങ്കാരി എന്നാ വിളിച്ചിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാനും വേറെ പെണ്ണു കൂടി ഒരു ഡാൻസ് ചെയ്തു, ഞാൻ പെണ്ണായിട്ട്. അതില് ദാസേട്ടന്റെ പഴയ ഒരു പാട്ടാണ്, ആരു പറഞ്ഞടി ചിങ്കാരി എന്നിട്ടാ മലവാഴ കുലച്ചെന്ന്. ഞാൻ പെണ്ണ്. ഒരു കൂട്ടുകാരനുണ്ട്, അവൻ കുറവനും കുറത്തിയായിട്ട്. അതേ പിന്നെ എന്നെ ക്ലാസ്സിലൊക്കെ ചിങ്കാരി എന്ന് വിളിച്ചിട്ടുണ്ട്. ഇത് സ്കൂളിൽ പഠിക്കുമ്പോ അതിനുശേഷം സ്കൂളും പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ടാണോ യൂത്ത് ഫെസ്റ്റിവലിന് കുട്ടികളെ നാടകം പഠിപ്പിക്കാൻ പോയിട്ടുള്ള? പ്രീ ഡിഗ്രി പഠിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ നാടകം ചെയ്തു. സ്കൂളിൽ +2 കലോത്സവത്തിനും സ്കൂൾ കലോത്സവത്തിനൊക്കെ. അത് ഒരു വർഷം ഞാൻ ചെയ്ത 2 നാടകത്തിന് ഒരേ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. 2 സ്കൂളിലെയും. അത്രയും നാടകങ്ങൾ. അത് നാടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10-25 ഒക്കെ ഉണ്ടാവും. അതിൽ നിന്ന് 2nd 3rd എന്റെ നാടകത്തിന്. ബെസ്റ്റ് ആക്ട്രസ് എന്റെ നാടകത്തിനായിരുന്നു. ഒരു നാടകത്തിന് അന്നൊക്കെ ഏകാംഗ നാടകത്തിന്റെ പുസ്തകങ്ങളൊക്കെ കിട്ടും. അത് വാങ്ങിച്ചിട്ട് ആ സ്ക്രിപ്റ്റ് ഞാൻ പൊട്ടിക്കും. അതിന്റെ എന്റെ ഇഷ്ടത്തിനൊക്കെ ആ ഒരു രീതിയിലാക്കിയിട്ട് നാടകം ചെയ്തു കൊടുക്കും. അതിന്റെ ആർട്ട് ഞാൻ തന്നെ, കീബോർഡ് വായിക്കണം ഞാൻ തന്നെ, ഈ ചെണ്ട ഓടണം ഞാൻ തന്നെ, അതെല്ലാം ഞാൻ തന്നെ ചെയ്യണത്. പിന്നെ ആയപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞ് സ്കൂൾ കുട്ടികൾക്ക് മാത്രം ഇതൊക്കെ ഓർക്കസ്ട്ര ഒക്കെ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ കുട്ടികളുടെ യൂണിഫോം ഇട്ടിരുന്നവരെ ഞാൻ ചെയ്തിട്ടുണ്ടിരുന്നു. അത് ശരി. അപ്പൊ ഇത്ര വളർച്ച ഉണ്ടായിരുന്നില്ല? ഇത്ര വണ്ണമൊന്നുമില്ല. ഞാൻ വേരിന്റെ അടുത്ത് വലിച്ച പോലെ ഇരുന്ന് വെച്ചത്. ഇങ്ങനെ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. മീശയൊക്കെ വെച്ചിട്ട് മെലിഞ്ഞുടങ്ങി അല്ലേ? മീശ ആരണ്ടും കൊണ്ടൊന്ന് വെച്ച് തന്നേക്കണ പോലെ ഇരിക്കണത്. ഇങ്ങനെ മെലിഞ്ഞുടങ്ങിയിട്ടിരുന്ന ഒരാളെങ്ങനെ ഇങ്ങനെ വണ്ണം വെച്ചത്? ഫാമിലി പരമായിട്ട് എല്ലാവരും ഒരു ടൈം കഴിയുമ്പോൾ വണ്ണം വെക്കും. അതോ ബീഫ് തീറ്റയുടെ ആണോ? ബീഫ് ഒരു പോത്തിനെ മറിച്ചിട്ട് എ സൈഡ് ഒരാഴ്ച കൊണ്ട് നിന്ന് തീർക്കാം, തിരിച്ചിട്ട് ബി സൈഡ് ഒരാഴ്ച കൊണ്ട് നിന്ന് തീർക്കാം. ആ ഒരു ടൈപ്പാ. പക്ഷെ ഇപ്പൊ കുറച്ച് ഒന്നുമില്ല. അങ്ങനെ ഞാൻ ഇത് കറിയേ കഴിക്കുള്ളൂ. ഫ്രൈ ആയിട്ട് ഒന്നും കഴിക്കില്ല. മുട്ട കഴിക്കില്ല, ചിക്കൻ കഴിക്കില്ല, മീൻ വറുത്തത് അങ്ങനെ ഒന്നും ഞാൻ കഴിക്കില്ല. ഓൺലി ബീഫ്. ഭക്ഷണപ്രിയനാണോ? പൊതുവേ ചോറ്, 3 നേരം ചോറും ബീഫും. സന്തോഷം. തീർച്ചയായിട്ടും. ഞാൻ അതിലേ പോകുമ്പോൾ വെട്ടാൻ നിർത്താൻ പോത്ത് എന്നെ കാണുമ്പോൾ ഒതുങ്ങി നിൽക്കും. ഭാര്യ എന്നിട്ട് കുക്ക് ചെയ്യും? നന്നായിട്ട്. സ്വന്തമായിട്ട് കുക്കിംഗ് അറിയോ? എനിക്കറിയാം. എല്ലാം ഞാൻ വെജിറ്റബിൾ ചെയ്യും, നോൺ വെജ് ചെയ്യും, എല്ലാം ഉണ്ടാക്കും. നമ്മുടെ നാടൻ ഐറ്റംസ് ആണോ അതോ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടോ? ഇല്ല, പരീക്ഷണങ്ങളല്ല, നല്ല നാടൻ ഐറ്റം എല്ലാം ഉണ്ടാക്കാം. ചിലരുടെ സ്വഭാവമാണേ ഈ പുറം നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ നല്ല ഫുഡൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് പരീക്ഷിക്കുക ഒക്കെ ചെയ്യോ? അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്, എടുത്തുകൊണ്ട് കളഞ്ഞിട്ടുണ്ട്. എന്താണോ? ഞാൻ ഉണ്ടാക്കുന്നാട്ടാ പറഞ്ഞോളൂ. ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. പറഞ്ഞോ? ഒരു ദിവസം ഞാൻ അവിടെ ഒരു കേക്ക് കണ്ടു. എവിടെ? ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഞങ്ങൾക്ക് വൈകിട്ട് ചായയുടെ കൂടെ കൊണ്ട് തന്ന. അപ്പൊ ഞാൻ ചേട്ടൻ ഇത് എങ്ങനെയായിട്ട് ഉണ്ടാക്കണെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ അതിന്റെ സംഭവങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഞാൻ വീട്ടിൽ ചെന്നു, മൈദ മേടിച്ചു, കുഴച്ചു, മുട്ട പൊട്ടിച്ചൊഴിച്ചു, കുഴച്ചു, അപ്പൊ ഇച്ചിരി വെള്ളം കൂടി, പിന്നെ മൈദ ഇട്ട്, പിന്നെയും കുഴച്ചു, അപ്പൊ വെള്ളമില്ല, പിന്നെ വെള്ളം കൂട്ടി, കുഴച്ചു എന്നപ്പോഴത്തേക്ക് സന്ധ്യയായി. എന്നാൽ നാളെ ഉണ്ടാക്കാന്ന് വെച്ചാൽ ഈസ്റ്റ് ഇട്ട് വെച്ച് എടുത്ത് വെച്ച് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ പോയി. തിരിച്ചു വന്നപ്പോൾ ഫ്രിഡ്ജിന്റെ ഇടയിൽ കൂടിയൊക്കെ മാവ് ചാടി എല്ലാം നിറഞ്ഞു കിടക്കുക. അന്നത്തെ കൊണ്ട് കേക്കിനോടുള്ള ഇഷ്ടം പോയി. വെറുത്തുപോയി. എനിക്കും വെറുത്തു, വീട്ടുകാർക്ക് എന്നെയും വെറുത്തു.
അത്തരം പണി ഫ്രിഡ്ജ് മൊത്തമായി. പിന്നെ ക്ലീൻ ചെയ്യാൻ നിൽക്കണല്ലോ അല്ലേ? ഇത് പശ പോലെയല്ലേ ഇരിക്കുന്നത്. അങ്ങനെ ഒഴുകുന്ന കേക്ക് ഉണ്ടാക്കിയ ആളാ ഞാൻ. അപ്പൊ ചോദിക്കട്ടെ, പഠിത്തം കഴിഞ്ഞ് കാശ് ഉണ്ടാക്കാനായിട്ട് ആദ്യം കുട്ടികളെ പഠിപ്പിക്കാൻ പോയി എന്ന് പറഞ്ഞു. പിന്നെ എന്തൊക്കെ പരിപാടി ചെയ്തിട്ടുണ്ടപ്പോ? പിന്നെ അതല്ലാതെ ഞാൻ കാറ്ററിംഗ് വർക്ക്, വലിയ കാറ്ററിംഗ് സർവീസ്, വലിയ ഭയങ്കര പാരമ്പര്യമുള്ള പാചക ടീം. അവര് അവിടെ ചെന്ന് ജോയിൻ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കോളേജ് പഠിക്കുമ്പോഴൊക്കെ ഞങ്ങൾ ചെലവ് കാശിനും കാര്യങ്ങളൊക്കെ കേട്ട് അവിടെ പോകുക, അവരെ ഹെൽപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെ ഇരുന്ന് പിന്നെ അവിടെ തന്നെ ആയി. പിന്നെ വീട്ടുകാർ വിളിച്ചു കൊണ്ടുപോയത് വീട്ടിലേക്ക്. ഭക്ഷണം കഴിക്കാൻ ഇല്ല, രാത്രിയൊക്കെ അവിടെ തന്നെ സ്റ്റേ ആയി തുടങ്ങിയ അവസാനം. ചെലവൊന്നുമില്ല, നമുക്ക് ഒരു ചെലവില്ല. പക്ഷെ അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോയി. പിന്നെ ഡാൻസ് ക്ലാസ്സും ഈ നാടകം പഠിപ്പിക്കലൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും. ഡാൻസ് പഠിക്കാൻ പോയിട്ടുണ്ടോ? ഡാൻസ് പഠിച്ചിട്ടാണല്ലോ പിന്നെ ഡാൻസ് ക്ലാസ് ഇടണത്. എന്തൊക്കെ പരിപാടി ചെയ്തിട്ടുണ്ട്? നാടകം കളിച്ചിട്ടുണ്ട്, ഡാൻസ് കളിച്ചിട്ടുണ്ട്, പാചകം ചെയ്തിട്ടുണ്ട്, കോല് കളിച്ചിട്ടുണ്ട്, ഓണക്കളി കളിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം എനിക്ക് ഇഷ്ടം തോന്നുന്നില്ല. പ്രൊഫഷണൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ജോലിയായിട്ട് തന്നെ ഏറ്റെടുത്ത് ചെയ്ത് വെച്ചായിരുന്നു. അപ്പൊ അത് എനിക്ക് കാരണം വെച്ചാൽ എന്റെ അച്ഛനൊക്കെ ഇതിന് എല്ലാത്തിനും സപ്പോർട്ടായിരുന്നു. ഞങ്ങൾ സ്കൂളിൽ ഒരു ഫംഗ്ഷൻ പരിപാടിക്ക് ചേരുക, പങ്കെടുക്കുക, അല്ലെ ഫുട്ബോൾ കളിക്കുന്ന, ക്രിക്കറ്റ് കളിക്കുന്ന എല്ലാം ചെയ്യാറുണ്ടായിരുന്നു. ഇങ്ങനെ ചെയ്തിട്ടാണോ അവസാനം ഒരെണ്ണത്തിൽ ഉറക്കാൻ നിർത്തിയിട്ടാണോ ഈ ഡാൻസ് സ്കൂൾ തുടങ്ങിയത്? അങ്ങനെയല്ല, ഡാൻസ് സ്കൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ കുട്ടികളുണ്ടായിരുന്നു അവിടെ. വൈഫ് അങ്ങനെ ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കാൻ വന്നതാണ്. ടീച്ചറാണല്ലേ വന്നതാണ്? അങ്ങനെ വന്ന, ഞാൻ അതിന്റെ ഓണറും. അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട് ടീച്ചർ അടിച്ചോണ്ട് സാറ് മുങ്ങി. അങ്ങനെ അതോടുകൂടി സ്കൂളും പൂട്ടി. പിള്ളേരെല്ലാരും രക്ഷപ്പെട്ടു. അല്ല, അപ്പൊ ടീച്ചറെയും കൂട്ടിയിട്ട് സാറ് പോയപ്പോ വീട്ടിലെ നാട്ടിലൊന്നും പ്രശ്നമൊന്നും ഉണ്ടായില്ലേ? വമ്പൻ പ്രശ്നമായിരുന്നു. ആഹാ, പിന്നെ എന്നെ കണ്ടാ വെട്ടും കുത്തും അങ്ങനെ ഇങ്ങനെ പ്രശ്നമൊക്കെ ആയിരുന്നു. പക്ഷെ ആദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ബാക്കി എല്ലാവരും. ഇപ്പൊ വൈഫിന്റെ അമ്മയൊക്കെ ആണെങ്കിലും ഭയങ്കര കാര്യവും. അന്ന് കുറെ ചീത്ത വിളിച്ചിട്ടുണ്ടാവല്ലേ? അന്ന് പിന്നെ അതുപോലത്തെ കുരുത്തക്കാരല്ല ഞാൻ കാണിച്ചത്. ഞാൻ പോയി ചോദിച്ചിട്ട് അപ്പൊ അമ്മ സമ്മതിച്ചില്ല. വൈഫിന് കല്യാണമായി, എൻഗേജ്മെന്റ് അടുത്തിരിക്കുക. വേറെ ആളായിട്ട്. അപ്പൊ അവര് സമ്മതിച്ചില്ല. അമ്മയ്ക്ക് കുഴപ്പമില്ല അമ്മ, നമുക്ക് നിങ്ങൾക്ക് താല്പര്യം വേണ്ട, ഞാനൊരു ആഗ്രഹം പറഞ്ഞെന്നുള്ളൂ. അമ്മയുടെ തലയെ കൈ സത്യമൊക്കെ ചെയ്തിട്ട് പോയിട്ടാണ് അപ്പൊ തന്നെ വിളിച്ചിട്ട് പോകുന്നത് അടുത്ത സെക്കൻഡില്. അത് കാരണം അമ്മക്ക് ആ ഒരു ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുഴപ്പമൊന്നുമില്ല, നല്ല പയ്യനാന്ന് മനസ്സിലായല്ലേ? പിന്നെ സ്വത്താണ് ഞാൻ. ഇപ്പൊ 15 വർഷമായില്ലേ കല്യാണം കഴിഞ്ഞിട്ട്? 15 വർഷം കഴിഞ്ഞു. ശരി, 15 വർഷം മുന്നേ ആ ഒരു ലൈഫ് തുടങ്ങി ഈ നിമിഷം വരെ എത്തി നിൽക്കുന്നത് ഇത് ഭയങ്കര ബുദ്ധിമുട്ടോട് കൂടിയിട്ടാണോ ഈ ഒരു സ്റ്റേജിൽ എത്തിയത്? ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആദ്യമൊക്കെ നമ്മളൊന്നും അറിയില്ല. ഈ എന്റെ 24ാമത്തെ വയസ്സ് ഞാൻ കല്യാണം കഴിച്ചു. അപ്പൊ വൈഫിനത്ത് പോയുണ്ട് 24. അപ്പൊ ഇപ്പൊ 39 വയസ്സായല്ലേ? അല്ല, ഇങ്ങനെ കണക്ക് പെട്ടെന്ന് ഇങ്ങനെ കൂട്ടിയെടുക്കാൻ പറ്റുമോ? എനിക്കോ? ഇല്ല. അല്ല, ഞാൻ കണക്ക് വെച്ചാൽ പറയാൻ പറ്റും. അയ്യോ ഇല്ല, ഞാൻ കണക്കിന് വളരെ മണ്ടിയാ. അല്ല, അങ്ങനെ പെട്ടെന്ന് ചോദിക്കാൻ പറ്റുമെങ്കിൽ കറക്റ്റ് ആയിട്ട് ആൻസർ പറയുമെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു ചോദിക്കുക. പെട്ടെന്ന് തന്നെ ആൻസർ പറഞ്ഞു. നമ്മുടെ ഈ ഷോ പോലെ തന്നെ പെട്ടെന്ന് ഓക്കെ. 5 5 10 10 20. ഓക്കെ, ഇനി നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ചോദ്യം ചോദിക്കാൻ പോകുന്നു. 1030 1030 1030 1030 2060 2060 30 2090 2090 10 3000. കൂട്ടി നോക്കിക്കേ. അല്ലേ, ഇത് പാഷാണം ഷാജി പ്ലേയാ. കൂട്ട് 1030 1030 2060 അല്ലേ? 2060 30 2090 അല്ലേ? 2090 10 2090 2100 അല്ലേ? പിന്നെ ആരാ 3000? ഞാൻ തന്നെയല്ലേ? എന്താ പിന്നെ തിരുത്തണ്ടേ? തിരുത്ത്. 2100. സ്കിറ്റ് ഒക്കെ കളിക്കുമ്പോഴേ സ്ത്രീവേഷമാണോ അതോ പുരുഷവേഷമാണോ കൂടുതൽ കംഫർട്ടബിൾ? ഞാൻ പുരുഷവേഷം മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇതുവരെ. സ്ത്രീവേഷം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഡാൻസിന് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അന്ന് കെട്ടി ശിങ്കാരിയിൽ നിർത്തി ഇതുവരെ ചെയ്തിട്ടില്ല. അല്ലാതെ എനിക്ക് ഭയങ്കര നാണോ ഫീമെയിൽ വേഷം കെട്ടാൻ. ഒരു ചെല്ലപ്പെട്ട പെണ്ണോന്ന് നിൽക്കുകയല്ലേ. ഞാൻ എന്താ വിചാരിച്ചത് അറിയോ? എപ്പൊ കാണുമ്പോഴേ മീശ ഇല്ലാണ്ടല്ലേ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോഴൊക്കെ വിചാരിച്ച് സ്ത്രീവേഷം കെട്ടാനുള്ള എളുപ്പത്തിനായിരിക്കും ഈ മുടിയൊക്കെ വളർത്തി ഇങ്ങനെ മുടിയൊക്കെ നീട്ടി വളർത്തി മീശ ഒന്നും ഇല്ലാത്തത്. അതല്ല, ഇത് കാണുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാവുന്നേ ഉള്ളൂ. മീശ ഇല്ലെങ്കിൽ എനിക്ക് എന്റെ ഗുണമെന്ന് വെച്ചാൽ എനിക്ക് ഏത് ക്യാരക്ടറും ചെയ്യാം. അപ്പൊ മീശ വെച്ച ക്യാരക്ടറാണ് ഒരു മീശ വെച്ചാൽ മതി. മീശ ഇല്ലാണ്ട് പള്ളിയിൽ അച്ഛനാണെങ്കിൽ ഇല്ലാതെ തന്നെ വരാം. അതിനുവേണ്ടി സ്കിറ്റ് കളിക്കുമ്പോൾ നമ്മൾ ഓരോ ദിവസവും ഓരോ ക്യാരക്ടറാ, അല്ലാണ്ട് നരച്ചിട്ടല്ലട്ടാ. ഞാൻ പറഞ്ഞില്ലല്ലോ, ഇങ്ങനെ പറയാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ അഡ്വാൻസ് പറഞ്ഞത്. 39 വയസ്സാന്നുള്ളവരും ഞാൻ മനസ്സിൽ വെച്ചോളാം, ആരോടും പറയൂല. ആരോടും പറഞ്ഞില്ല. ശരി, ചോദിക്കട്ടെ, ഈ മിമിക്രിയിലൊക്കെ സ്ത്രീവേഷം കെട്ടിയിട്ട് പുരുഷന്മാരൊക്കെ വരില്ലേ? അതൊക്കെ സ്ത്രീകളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന അല്ലെ അപമാനിക്കുന്ന രീതിയിലാണ് കാണിക്കുന്നത്. സ്ത്രീകൾ പൊതുവെ അങ്ങനെയൊന്നുമല്ല, പക്ഷെ ഇവർ കുറച്ച് എക്സാജറേറ്റ് ചെയ്യാണ് ചെയ്യണേ. അങ്ങനത്തെ കമന്റ്സും പഴികളൊക്കെ കേട്ടിട്ടുണ്ടോ? നമ്മൾ നോർമലി ഒരു പെണ്ണ് നടന്നു വന്ന ഒരാളും ചിരിക്കൂല. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആ നടപ്പിന് ഒരു ഇത് കൂട്ടും. അപ്പൊ അവർ പൊടിക്ക് അത് കൂട്ടും. അതൊക്കെ നമ്മൾ സ്ത്രീകളെ ആക്ഷേപിക്കാനൊന്നുമല്ല, നമുക്ക് പെർഫോം ചെയ്യുമ്പോഴത്തേക്ക് അവർക്കൊന്ന് ചിരി കിട്ടാൻ വേണ്ടിയിട്ടാ. ക്യാരക്ടർ കയറി എൻട്രിക്ക് തന്നെ കയ്യടിയും ചിരിയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവന്റെ കയ്യിൽ നിന്ന് വന്നോളും. ഇത് അവിടെ നിന്ന് ഒരു അനക്കമില്ല ആൾക്കാർ അനങ്ങാതിരിക്കുകയാണെങ്കിൽ തീർന്നു. അപ്പൊ അതിനു വേണ്ടിക്ക് ഒരു ചിരിച്ച് കാണിക്കണമായിരിക്കുള്ളൂ. പിന്നെ ഇപ്പൊ പൊതുവെ ആണുങ്ങൾ പെൺവേഷം കെട്ടലൊക്കെ നിർത്തി. ഇപ്പൊ എന്റെ കൂടെ ആണെങ്കിൽ തന്നെ സൗമ്യ എന്ന് പറഞ്ഞ കുട്ടിയാണ് പ്രോഗ്രാം ചെയ്യുന്നത്. ഇവിടെ ഫീമെയിൽസിന്റെ പോർഷൻ ചെയ്യുന്നത്. എപ്പോഴെങ്കിലും ഒക്കെ ഏതെങ്കിലും മിമിക്രി വേദിയിൽ ചീത്തവിളി കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സ്കിറ്റിന്റെ എന്തെങ്കിലും ഒരു ഭാഗം ആൾക്കാർക്ക് ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. തുടക്ക ടൈമിലൊക്കെ വൈക്കത്ത് ഏതൊരു അമ്പലത്തിൽ വെച്ചാൽ പരിപാടി
കുത്തി ചീറ്റി എന്നിട്ട് നാണയില്ലാതെ പിന്നെയും കളിക്കുക. കളിച്ചു കഴിഞ്ഞാലേ കമ്മിറ്റിക്കാർ കാശ് തരുള്ളൂ. അങ്ങോട്ട് ചെല്ലുമ്പോൾ ആൾക്കാരൊക്കെ എന്നെ മരിച്ച വീട്ടിൽ ഇരിക്കണ പോലെ ഇരിക്കേ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ പുറകെ ഒരുത്തം വന്നിട്ട് എന്തോ എന്നെ ഇഷ്ടപ്പെട്ടു. പുറകെ വന്നിട്ട് നിങ്ങൾക്കൊക്കെ വേറെ ട്രൂപ്പിൽ പോയി കളിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു ഇത് എന്റെ ട്രൂപ്പ് അല്ല ഏട്ടാ, ഞാൻ ഗസ്റ്റായിട്ട് വന്നാന്ന് പറഞ്ഞു. ഈ പുള്ളി അങ്ങ് ഇങ്ങോട്ട് നോക്കിയപ്പോൾ ട്രൂപ്പിന്റെ ഓണർ എന്നെ തന്നെ നോക്കിയിരിക്കേ. ഇതുപോലെ തന്നെ ഒരു ടീം ഭയങ്കര സ്കിറ്റ് കളി അവര് കാണാനിരിക്കുന്ന രംഗങ്ങളൊക്കെ ഇങ്ങനെ ചത്ത പോലെ ഇരിക്കേ. കമ്മിറ്റിക്കാർ തലക്കെട്ടും കെട്ടി ഇവർക്കെട്ടും നോക്കിയപ്പോണ്ട്. അപ്പൊ എന്തോ ഒന്ന് പറഞ്ഞപ്പോ ഏതോ ഒരുത്തിന് ഇടക്കുന്ന് ചിരിച്ച് ഓഡിയൻസിൽ. അപ്പൊ കമ്മിറ്റിക്കാർ ആരാ ചിരിച്ചത്? അവർ മിമിക്രി കാണിക്കുമ്പോൾ ചിരിക്കണം, മിണ്ടി പോരുത് കേട്ടാ, നിങ്ങൾ കോമഡി കാണിക്കും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ചാനലുകൾ വന്നതോടുകൂടിയാണ് നമ്മൾ പ്രോഗ്രാം ചെയ്ത ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട. അപ്പൊ കണ്ട മുഖം അവിടെ ചെല്ലുമ്പോൾ അവർക്ക് ഒരു ഇഷ്ടം ഉണ്ടാവും. അങ്ങനെ ഒരു വലിയ ഗുണം വരുന്നത്. തല്ല് കിട്ടൽ ഒഴിവാക്കി കിട്ടിയിട്ടുണ്ട്. തല്ല് കിട്ടൽ ഒഴിവാക്കി കിട്ടില്ല. പക്ഷെ എന്റെ ട്രൂപ്പിന്റെ ഒരു മാനേജർ ഉണ്ട്. അടി കിട്ടുന്ന സ്ഥലത്താകുമ്പോൾ പുള്ളി വേറെ ആളെ മാനേജറാക്കും. അപ്പൊ ആരാ ട്രൂപ്പിന്റെ മാനേജർ? ഇന്ന് നീ ആയിക്കോട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനാണ് മാനേജർ. ഒറ്റടിയാ മാനേജർ കിട്ടും. ലേറ്റ് ആയിട്ട് ചെല്ലുന്ന 3 കളിയൊക്കെ പിടിച്ചിട്ട് വെളുക്കുമണിയൊക്കെ ചെല്ലുന്ന പരിപാടി സ്ഥലത്ത് അങ്ങനെ കടി കിട്ടിയിട്ടുണ്ട്. എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഞാൻ ചോദിക്കാൻ പറയുന്നത് നമുക്കും ഇല്ല, എനിക്ക് കിട്ടില്ല. ഞാൻ എന്റെ ബാങ്ക് ക്ലിയർ ചെയ്താൽ എപ്പോഴും പോണത്. മൊട്ടേറല്ലോ കിട്ടിയിട്ടോ? തക്കാളി കയറ് മൊട്ടേറ് അങ്ങനെ എന്തെങ്കിലും? എനിക്ക് കിട്ടിയിട്ടില്ല. സത്യം പറയണോട്ടോ. സത്യമായിട്ടും പറഞ്ഞ ഞാൻ സ്റ്റേജിൽ നിന്ന് ഞങ്ങൾ പ്രോഗ്രാം ചെയ്തിട്ടിരിക്കുമ്പോൾ ഒരു ഡാൻസ് ബാച്ചിനെ ഞങ്ങൾ കൊണ്ടുവന്നതിന് അവിടുത്തെ വേറെ ഡാൻസ് ബാച്ചിന് ഇഷ്ടമല്ലാഞ്ഞിട്ട് അവര് കാടമുട്ടൊക്കെ എറിയുക. അപ്പൊ എന്റെ കൂടെ കള്ളുകൂടിയാണ് നിന്ന് കളിക്കുന്നത്. ഈ കള്ളുകൂടിനെ എറിയണ ഇവൻ ബാലൻസിങ് അല്ലല്ലോ. അപ്പൊ ഇവന്മാർക്ക് ഉന്നവും കിട്ടണല്ലോ, കൊള്ളണമില്ല, ഇങ്ങനെ മുട്ട വയ്യുക. കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാനിത് കണ്ടുകഴിഞ്ഞപ്പോൾ പറഞ്ഞു എണീക്കടാ നീ എണീക്കടാന്ന് പറഞ്ഞു. നീ എറി, നേരെ എറി, ഞാൻ ഇവിടെ നിന്ന് തരാന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ അവിടെ നിന്ന് ബഹളായി പരിപാടി ഞാൻ നിർത്തി. ഞാൻ ചെയ്യുന്നിറങ്ങണില്ല, നീ എറിഞ്ഞവനോടെ കയറി പാടാന്ന് പറഞ്ഞു. അങ്ങനെ പിടിച്ചെല്ലാം ഒതുക്കിയിട്ട് ഞങ്ങൾ കളിക്കില്ല എന്ന് പറഞ്ഞു പോകുന്നു. പിന്നെ കമ്മിറ്റിക്കാരെ കൂടി വന്ന് പറഞ്ഞ് അവസാനം പ്രോഗ്രാം ചെയ്തു. അത്യാവശ്യം അലമ്പുണ്ടാക്കിയിട്ടും കഷ്ടപ്പെട്ടിട്ടും ഒക്കെ തന്നെയാണ്. അമ്പലപ്പറമ്പിൽ നമ്മൾ പോയി മേടിച്ച് ഭക്ഷണം കഴിച്ച് അങ്ങനെ നമ്മൾ കഴിക്കുന്ന ടൈം ആകുമ്പോൾ ഭക്ഷണം ഒരു മാതിരിയാവും. ഈ ഇലയിൽ സാമ്പാർ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ തിരിക്കുന്ന വാരി കഴിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു അവസരം. ഷൂട്ട് ഔട്ട് അറ്റ് സ്പോട്ട്ലൈറ്റ്. ഓക്കെ, വലിയ ആലോചിക്കൊന്നും വേണ്ട കേട്ടോ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനായിട്ട്. അല്ല, ഞാൻ ഒരിക്കലും എന്റെ ജീവിതത്തിൽ ആലോചിച്ചൊന്നും ചെയ്യാറില്ല. തുടങ്ങാം. Shoot out at Spotlight. നമ്പർ 1, ഞാൻ ആദ്യമായി കൂടെ നിന്ന് ഫോട്ടോ എടുത്ത സെലിബ്രിറ്റി ഡാഷ് ആണ്. മനോജ് ഗിന്നസ്. ഞാൻ സ്റ്റേജ് ഷോയിൽ ആദ്യമായിട്ട് മനോജിന്റെ കൂടെ പങ്കെടുക്കാൻ ചെല്ലുന്ന സമയത്ത് അന്നത്തെ മനോജ് തിളങ്ങി നിൽക്കുന്ന ഒരു സ്റ്റാറാണ്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് മനോജിന്റെ കൂടെ ഫോട്ടോ എടുക്കുന്നത് അത് മനോജിന്റെ ഫോണിൽ തന്നെ, എന്റെ ഫോണിലല്ല. എന്റെ ഫോണിൽ ക്യാമറ ഇല്ലായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടൻ ഡാഷ് ആണ്. മലയാള സിനിമ നടൻ. അതെന്നെ വീട്ടിൽ ഇരുത്താനുള്ള പരിപാടിയാണ്. കാരണം ഞാനിപ്പോ മമ്മൂക്കയുടെ പേര് പറഞ്ഞ ലാലേട്ടന്റെ അടുത്ത് നിന്ന് വിളിയുണ്ടാവില്ല. ലാലേട്ടന്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മമ്മൂക്കയുടെ അടുത്ത് നിന്ന് വിളിയുണ്ടാവില്ല. അങ്ങനെ ആരുടെ പേര് പറയാൻ പറ്റില്ല. എനിക്ക് കൊച്ചുപ്രേമൻ ചേട്ടന്റെ പറയാൻ ഫാനാ ഞാൻ. സിനിമയിലെ കളികളൊക്കെ പഠിച്ചല്ലേ? ചെറുതായിട്ട് പഠിച്ചു തന്നെ. എന്താ പിന്നെ ഇഷ്ടപ്പെടാത്ത നടൻ പറഞ്ഞ? അത് ഷാറുഖ് ഖാൻ. ഷാറുഖ് ഖാൻ നമ്മുടെ നാട്ടിൽ വന്ന് എന്ത് പോക്കൃത കാണിച്ചത്? എന്ത് പോക്കൃതം? റിമി ടോമിനെ എടുത്ത് പൊക്കിയില്ലേ? അതുകൊണ്ട് അസൂയ അല്ല, പൊക്കിയതുകൊണ്ടല്ല, പൊക്കിയിട്ട് ഇവിടെ തന്നെ വെച്ചിട്ട് കൊണ്ട് ഇഷ്ടപ്പെടുന്ന പൊക്കിയപ്പോ അങ്ങനെ തന്നെ കൊണ്ടുപോയിക്കൊള്ളാം. കേരളത്തിൽ വെച്ചിട്ട് പോയി. റിമി കേക്കണം ഇത്. പിന്നെ എന്താ പറയാ, നടിയുടെ പേരെങ്കിലും പറ. കാവേരി, പഴയ നടി. എനിക്ക് ഭയങ്കര ഇഷ്ടോ കാവേരി. എന്റെ വൈഫിനോട് ഇപ്പൊ വിളിച്ചു ചോദിച്ചു ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട നായിക ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാവേരി. നോക്കി നിൽക്കുവോ? അപ്പൊ ഇരുന്ന് പോകുന്നു. പോണതാ, എന്ത് ചെയ്യാനല്ലേ? ഇല്ല, വൈഫിനെ അറിയാതെ. ഞാൻ ചോദിച്ചില്ലല്ലോ. ഞാൻ കൂട്ടുപിടിക്കണെന്തിനാ? എനിക്ക് തന്നെ ഒരു ഉറപ്പില്ലായ്മ. ശരി, ഡാഷിന്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിക്കുന്നതാണ് എന്റെ ഏറ്റവും വലിയ സ്വപ്നം. അല്ല, അവാർഡ് എന്തായാലും ആര് തന്നാലും അത് അവാർഡ് തന്നെ ആണ്. അതെനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഇത് നമുക്ക് വാങ്ങാൻ ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമുക്ക് അവാർഡ് ചെന്നിട്ട് വാങ്ങി എനിക്ക് മറ്റേ പിള്ളെ കൊണ്ട് തന്നെ എന്ന് പറയാൻ പറ്റില്ല. കാരണം അവാർഡ് തന്നെ നമ്മുടെ ഭാഗ്യത്തിനാ. അതെ, ഞാൻ 1/2 മാർക്കിന്റെ ചോദ്യം ചോദിച്ചത്, 5 മാർക്കിന്റെ അല്ല. ഡാഷിന്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിക്കുന്നതാണ് എന്റെ ഏറ്റവും വലിയ സ്വപ്നം. കമലഹാസൻ കിടക്കട്ടെ, പുള്ളി ഒന്നും ചോദിക്കാനൊന്നും പോണില്ലല്ലോ അല്ലേ? ഞാൻ ഉറക്കം തൂങ്ങി കണ്ട മലയാള സിനിമ ഡാഷ് ആണ്. ഉറക്കം തൂങ്ങി കണ്ടെന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് ഉറക്കം വന്നു. ഇത് മനഃപൂർവ്വം എന്നെ വീട്ടിലിരുത്താൻ വേണ്ടി മാത്രമുള്ള ക്വസ്റ്റ്യനുകൾ തയ്യാറാക്കി വെച്ചേക്ക് ശാലിനി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശാലിനി? എന്താ? ഞാനൊന്ന് അത്യാവശ്യം പച്ച പിടിച്ച് വരണുള്ളൂ. എന്റെ കോമ്പിന് വിഷം കിടക്കി ഒഴിക്കരുത്. പറഞ്ഞിട്ട് പോയാ മതി. അങ്ങനെ ഉറങ്ങിപ്പോയ പടമുണ്ട്. അത് ഞാൻ മറന്നുപോയത് ഏതാന്ന്. തമിഴ് മൂവിയാ ഞാൻ കണ്ടോ? തമിഴല്ല, ഞാൻ മലയാള സിനിമ എടുത്തു പറഞ്ഞു. മലയാള സിനിമ എന്ന് പറഞ്ഞോ? ഞാൻ തന്നെ അഭിനയിച്ചൊരു പടമുണ്ട്, കിഡ്നി ബിരിയാണി എന്ന് പറഞ്ഞാൽ. അത് കണ്ട് ഞാൻ ഉറങ്ങിപ്പോയിട്ടുണ്ട്. അത് കണ്ട് ഞാൻ ഉറങ്ങിപ്പോയെന്നല്ല, നാട്ടുകാർ മൊത്തം ഉറങ്ങിയിട്ടുണ്ട്. പ്രൊഡ്യൂസർ മാത്രം ഇപ്പോഴും ഉറങ്ങാതെ നടപ്പുണ്ട്. അതിലല്ലേ മറ്റേ വില്ലൻ റോളോ മറ്റോ? അത് തന്നെ. ആന്റണി കണ്ടല്ലേ? ഓക്കെ, എനിക്ക് ഉറക്കം വന്നായിരുന്നു. ഉറക്കം വരില്ല, കുറെ ദിവസമൊക്കെ ഉറങ്ങൂല. അത് കണ്ടു കഴിഞ്ഞാൽ ശരി, ഞാൻ ഏറ്റവും അധികം ക്യൂ നിന്നിട്ടുള്ളത് ബെവറേജസിന്റെ മുന്നിൽ, ATMന്റെ മുന്നിൽ. ഓക്കെ, എന്നാ ബീവറേജസിന്റെ മുന്നിൽ. ബെവറേജസിന്റെ മുന്നിലാണെങ്കിൽ നമുക്ക് സ്വഭാവം മനസ്സിലാവും. ATMന്റെ മുന്നിലാണെങ്കിൽ നിറച്ച് കാശുണ്ടല്ലേ അക്കൗണ്ടില്. ATMന്റെ മുമ്പിൽ പോയി നിന്നിട്ടും പിന്നെ ചെല്ലുന്ന ബീവറേജിന്റെ ബാക്കി തന്നെയല്ലേ? അപ്പൊ 2 ക്യൂവിൽ ഒരേ സമയം നിൽക്കണം.
ഒന്ന് കഴിഞ്ഞ അടുത്തത്. കഷ്ടപ്പാടാന്നേ. ഞാൻ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത് തമ്മി തല്ലിക്കുക, വഴി തെറ്റിക്കുക, കുറ്റം കണ്ടുപിടിക്കുക. കറക്റ്റ്. എന്ത്? തമ്മിൽ തെല്ലിക്കുക, വഴി തെറ്റിക്കുക, കുറ്റം കണ്ടുപിടിക്കുക, എല്ലാം ചെയ്തിട്ടുണ്ട്. ഒന്നിനൊന്ന് വെച്ചായിരുന്നു. ജീവിതത്തിലല്ല, രസത്തിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ജീവിതത്തിലും വന്നു പോകുന്നുണ്ട്, ഇപ്പൊ അറിയാതെ തന്നെ അങ്ങനെ തന്നെ സംഭവിച്ചു പോണം. എന്ത് ചെയ്യാനല്ലേ? മിമിക്രി ഒക്കെ ചെയ്യണ പോലെയല്ല, സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോ കുറച്ച് സ്റ്റൈലൊക്കെ ആവണം എന്നൊക്കെയാണ് വെപ്പ്. എന്നിട്ടും എന്ത് ചെയ്യേ, എപ്പോ കാണുമ്പോഴും ഒരേ രൂപം തന്നെയാണല്ലോ. എപ്പോഴും മുടി ഇങ്ങനെ ഇട്ട് മീശൊന്നും ഇല്ലാണ്ട് എന്താ കാര്യം? അതങ്ങനെ നമ്മള് ഞാനാണെന്ന് എല്ലാവർക്കും മനസ്സിലാവണ്ടേ. മേക്ക് ഓവർ ഒക്കെ ചെയ്യാലോ, അപ്പൊ വലിയ ആളായില്ലേ? അല്ല, അങ്ങനെയല്ല. എനിക്ക് അതിൽ പൊതുവേ താല്പര്യമില്ല. എന്റെ ഈ ഹെയർ സ്റ്റൈൽ മാറ്റുന്നതിലോ കോസ്റ്റ്യൂമിലൊക്കെ ഞാൻ അങ്ങനെ വളരെ ശ്രദ്ധ കൊടുക്കാത്ത ആളായിരുന്നു. അതുകൊണ്ട് തന്നെ മുടി ഞാൻ ചെയ്യാറ് പോലും ഇങ്ങനെ കിടന്ന് കാണിച്ചോളും. അത് എന്റെ ഇഷ്ടത്തിന് വളരണല്ല, മുടിയുടെ ഇഷ്ടത്തിന് ഞാൻ വിട്ടേക്കുക. എല്ലാം അതായി അതിന്റെ പാടായി. പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സൃഷ്ടി ഭയങ്കര പ്രശ്നമാണ് നമ്മളുടെ മനുഷ്യന്മാരുടെ. ദൈവം കാണിച്ച വലിയൊരു ചതിയാണ്. ഈ മീനിനെ, ചാളേനെ നോക്കിയേ, വല്ലേനും അങ്ങോട്ടും കൂടി തിരിച്ചറിയാൻ പറ്റുമോ? കൊരങ്ങിനെ നോക്കി തിരിച്ചറിയാൻ പറ്റില്ല. പോത്താണെങ്കിലും എരുമയാണെങ്കിലും കിളിയാണെങ്കിലും ഒന്നിനൊന്നിനെ തിരിച്ചറിയാൻ പറ്റില്ല. കാക്കേനെ അങ്ങോട്ടും കൂടി ഇത് മറ്റേ ബിജു കാക്ക, ഇത് സിജു കാക്ക എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ കാണിച്ചങ്ങനെ ചതിയാണിത്. ഇപ്പൊ നമ്മളെ തിരിച്ചറിയാൻ പറ്റും, കടം മേടിച്ചാൽ കൊടുക്കണ്ടേ? അതുകൊണ്ട് അതാകുമ്പത്തേക്ക് തിരിച്ചറിഞ്ഞില്ല, കടം മേടിച്ചാൽ കൊടുക്കണ്ട. വീട്ടിലതുപോലെ തന്നെയാണോ? ചോദിക്കുന്നതിന് ഇങ്ങനെ ഈ ഉരുളക്ക് പേരുള്ള മറുപടി കൊടുക്കും. ഞാൻ ശരിക്കും ഭാഷാംശാജിയാണ് ജീവിതത്തിൽ തന്നെ. രാവിലെ ഞാൻ തുടങ്ങുന്നത് എന്റെ അളിയന്റെ കുട്ടി എന്റെ കൂടെയാണ്. അവൻ എണീറ്റ് അപ്പം വന്ന് എന്റെ മേത്ത് കയറി കിടക്കും. എന്നിട്ട് ഞാൻ TV ഓൺ ചെയ്തിട്ട് ഞാൻ ഇതിൽ വായിക്കും, ഇന്ന് ഇക്രുന്റെ സ്കൂളിന് പഠിത്തമില്ല. പുള്ളി പിന്നെ ശരി ഒറ്റ ഓട്ടം അപ്പുറത്തോട്ട് പോകണാണ്. പിന്നെ കരച്ചിലേക്കണം. അവിടെ ചിലപ്പോൾ പഠിത്തമില്ലെന്ന് പറയുമ്പോ അമ്മ കൊടുക്കും. എന്റെ ഒരു ദിവസം തുടങ്ങണം അവനിൽ നിന്നാണല്ലേ, ഒരുത്തന് പാര വെച്ചിട്ട്. എന്റെ ഇക്രു ഇങ്ങനെ മറ്റുള്ളവരെ കളിയാക്കിയിട്ട് അവസാനം പണി കിട്ടുന്നുണ്ടോ? പണി കിട്ടുന്ന വെച്ചാൽ ഞാൻ എപ്പോഴും കളിയാക്കണത്, ഇപ്പൊ ശാലിനെ ഞാൻ കളിയാക്കിയാലും ശാലിനിക്ക് രസിക്കുന്ന രീതിയിലേ കളിയാക്കുള്ളൂ. അല്ല ദേഷ്യം വന്ന രീതിയിൽ കളിയാക്കൂല. എപ്പോഴും അങ്ങനെ. പക്ഷെ ഞാൻ ചെന്നൈയിൽ ഒരു പ്രോഗ്രാമിൽ നിന്ന് കഴിഞ്ഞപ്പോ അവിടെ താമസിച്ച ഒരു റിസോർട്ടായിരുന്നു ഞങ്ങൾക്ക്. അവിടെ ഞങ്ങൾക്ക് ഭക്ഷണം തരാനൊക്കെ ആയിട്ട് ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. ഈ ചേട്ടൻ ഒരു പ്രത്യേക രീതിയിലുള്ള പുള്ളിയുടെ ഫേസ്, നടപ്പ് ഒക്കെ കൂടി എന്തോ, പക്ഷെ ഞാൻ പുള്ളി നടക്കണതും പുള്ളി ചെയ്യുന്ന രീതിയിലൊക്കെ ഇവന്മാരുടെ അടുത്ത് കാണിക്കും. പിന്നെ ഈ ചേട്ടനെ കാണുമ്പോഴൊക്കെ ഇവര് ചിരിയാ. ഞാനാണ് ചിരിക്കൂല, ഞാൻ പറച്ചിട്ട് മാത്രമേ ഉള്ളൂ, ഞാൻ ചിരിക്കില്ല. ഒരാളുടെ മുഖത്ത് ഇതിന് കണ്ടാന്ന് പറഞ്ഞിട്ട് അപ്പൊ ഈ നോക്കണവർ പെട്ടെന്ന് ചിരിക്കും. ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കുള്ളൂ. പക്ഷേ ഈ ഞങ്ങൾ പോന്നെന്ന് ഈ ചേട്ടൻ പറഞ്ഞിട്ട് ഞാനിന്ന് ഇച്ചിരി നേരത്തെ പോകും, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. പക്ഷേ എന്തായിട്ടാന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ ക്യാൻസർ ആ മോനെന്ന് പറഞ്ഞു. ഈ ഭാഗം ക്യാൻസർ ആയിട്ട് ഇങ്ങനെ ഇരിക്കണം. ഞാനത് കേട്ടിട്ട് അവിടെ തന്നെ ഇങ്ങനെ ഇരുന്നു. എന്നിട്ട് ഞങ്ങൾ പേയ്മെന്റ് കിട്ടിയെന്ന് കുറെ പൈസ പുള്ളിക്ക് കൊടുത്തിട്ടുണ്ട്. ചേട്ടാ ട്രീറ്റ്മെന്റിന് പോകുമ്പോൾ എന്തെങ്കിലും ഉപയോഗിച്ചോന്നും കൊടുത്തു. അന്ന് ഞാൻ തീരുമാനിച്ചു ഇനി ഒരാളെയും കളിയാക്കാൻ പാടില്ല. അങ്ങനെ നേരെ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. അപ്പൊ ഒരു പുള്ളി അവിടെ നടന്നു വരുന്നേ, ഇനിഷ്യേറ്റ് ചെയ്ത് എല്ലാ സെറ്റപ്പ് നല്ല ടൈയൊക്കെ ഇട്ടിട്ട് മഞ്ഞ കായത്തിന്റെ സഞ്ചിയും പിടിച്ചോണ്ട് വരും. ഇത് കണ്ടപ്പോ തന്നെ എനിക്ക് ഞാൻ നന്നാവിയാലോ, എങ്ങനെ പറയാതിരിക്കുമല്ലേ, പറഞ്ഞു പോവും. ചില ആൾക്കാരെ കാണുമ്പോൾ ഞാൻ എന്നെ നേരത്തെ ഉസേന്ന് വിളിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഉബമ്മ സാജു എന്ന് വിളിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒരു ഉബമ്മ ഞാൻ പറയൂ അതിന്. അപ്പൊ അത് കാരണം അവന്മാർ അങ്ങനെ പറഞ്ഞു. അപ്പൊ അങ്ങനെ കളിയാക്കി ഇപ്പൊ പരമാവധി കുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. സത്യം പറയാം, ഞാൻ പറയാം, അത് പറയാം. ഇവിടെ ഞാനിപ്പോ പറ്റില്ല, ഞാനിപ്പോ പോലും ഇവിടെ താഴെ പോയിട്ട് എന്റെ പയ്യനോട് പറയും. ഞാൻ ശ്രദ്ധിച്ചാൽ ചിലപ്പോ എന്തെങ്കിലും പറയാൻ പറ്റൂ കേട്ടോ. ലൈറ്റ് ഇത്രയും വേണ്ട. ഓക്കെ, ഇപ്പൊ നല്ല ലൈറ്റ്. അതല്ല, പാട്ട് അങ്ങനെ പാടില്ല, പാടുപെട്ട് ഞാൻ പാട്ട് പാടും. അങ്ങനെ പാടുപെട്ടിട്ടാണോ ആടുപുലിയാട്ടത്തിൽ പാടിയത്? ആടുപുലിയാട്ടത്തിൽ പിന്നെ കോറസ് അല്ലായിരുന്ന. നമ്മൾ ഈ തേങ്ങ ഇടുമ്പോഴത്തേക്ക് ചെറിയ തേങ്ങ വലിയ തേങ്ങ ഒരു കൊലയിൽ തന്നെ ആകുമ്പോഴത്തേക്ക് വലിയ ആൾക്കാർ അറിയില്ലെന്ന് പറയില്ലേ, അതുപോലെ കയറിപ്പോക്കോളും. അങ്ങനെ പാടാനായിട്ട് സംവിധായകൻ വന്ന് പറഞ്ഞപ്പോ എന്താ പറഞ്ഞേ? ഞാൻ പാടാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഡാൻസ് കളിക്കാന്ന് പറഞ്ഞു. നാഷിക്കാനോട് പറഞ്ഞു ഞാൻ ഡാൻസ് കളിക്കുക. എന്ത് വർത്താനം പറഞ്ഞു. ഡാൻസ് ഞാൻ 95 കളിച്ചേക്കണം. നേരെ എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ എടുത്ത് തന്നിട്ട് നേരെ ഹൈദരാബാദിന് റാമോജിയിൽ കൊണ്ടുപോയി. മാസ്റ്റർ ചോദിച്ച് അവര് നല്ല പെണ്ണുമാ, ഡാൻസ് നല്ല പെണ്ണുമാ. അപ്പൊ പറഞ്ഞു ഷാജോൺ കുഴപ്പമില്ല കളിച്ചോളും, പിന്നെ പൃഥ്വിരാജ് ഇവര് കുഴപ്പമില്ല, മറ്റത് മാസ്റ്റർ താൻ. അത് മാസ്റ്റർ ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചപ്പോഴത്തേക്ക് മാസ്റ്റർ നാഷിക്കനെ നോക്കി. അപ്പൊ നാഷിക്ക് എന്നെ നോക്കി. ഞാൻ കണ്ണടച്ചു ശരിയാക്കാം. അങ്ങനെ കളിച്ച് ലാസ്റ്റ് ഇപ്പൊ ആ മാഷ് വേറെ എവിടെ ഡാൻസ് പഠിക്കാൻ വേണ്ടി പുള്ളിയുടെ ശൈലി മറന്നുപോയി. പിന്നെ നമ്മൾ പറഞ്ഞു വന്ന പാട്ടിന്റെ കാര്യം അല്ലേ. പാട്ട് കണ്ണൻ ചേട്ടൻ പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞ പാടാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിഷാരടി ഉണ്ട്. അപ്പൊ പിന്നെ എന്തായാലും പിഷാരടിനെല്ലാം കുഴപ്പമില്ല, നന്നായിട്ട് ഞാൻ പാടുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പൊ അതിനു വേണ്ടി പാടിയതാ. പിന്നെ ചേറാവട്ടൻ പിടിച്ചു നിന്ന് ഞങ്ങളുടെ കൂടെ കുഴപ്പമില്ലാതെ. അതെ, ഞാനും അതെ, വൈഫും അതെ. ഞങ്ങള് ഭയങ്കരമായിട്ട് മൃഗസ്നേഹികളാണ്. പട്ടിയാണ് ഞങ്ങളുടെ മെയിൻ. 13 പട്ടി ഉണ്ടായിരുന്നു ഒരിക്കൽ വാടക വീട്ടിൽ നിന്ന് കേട്ടു. വാടക വീട്ടിൽ പട്ടിയായിരുന്നു ഏറ്റവും കൂടുതൽ. അപ്പൊ അങ്ങനെ മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പുതിയ വീട്ടിലേക്ക് ഇപ്പൊ അവിടെ സ്മെല്ലാണെന്ന് പറഞ്ഞാൽ അപ്പുറത്തെ ആന്റി വിളിച്ച് ഹൗസ് ഓണറെ പറഞ്ഞു. അപ്പൊ ഹൗസ് ഓണർ ഞാൻ പറഞ്ഞു. അപ്പോൾ ഹൗസ് ഓണർ പറഞ്ഞു അയാൾ പട്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ അയാൾ വീടെടുത്തെന്ന് പറഞ്ഞു. എന്നാലും നമുക്ക് അടുത്തടുത്തല്ലേ, നേരെ എല്ലാത്തിനും കൊടുത്തു. 3 എണ്ണം എന്റെ സിസ്റ്റർ വീട്ടിലേക്ക് കൊടുത്തിട്ട്, ഒരെണ്ണം എന്റെ ചേട്ടന്റെ വീട്ടിലേക്ക് കൊടുത്തു വിട്ടു. ബാക്കി എല്ലാത്തിനും കൂടി ഒരു ഫ്രണ്ടിന് കൊടുത്തയച്ചു. അവന് ഇത് ലാബ് ഉണ്ടായിരുന്നു, ജർമ്മൻ ഷെപ്പേർഡ് ഉണ്ടായിരുന്നു, ഡാൽമേഷ്യൻ ഉണ്ടായിരുന്നു,
ഡാഷ് ഒരു 3 വെറൈറ്റി ഉണ്ടായിരുന്നു, പിന്നെ കോക്കർ ഉണ്ടായിരുന്നു. എവിടുന്ന് കിട്ടി അതിനൊക്കെ കാശ് കൊടുത്ത് വാങ്ങിച്ചോ? ആ. അപ്പൊ മിമിക്രി കളിക്കുക, പട്ടീനെ വാങ്ങിക്കുക, മിമിക്രി കളിക്കുക, പട്ടിനെ വാങ്ങിക്കുക, വല്ല മിച്ചം കിട്ടണ വൈഫിന് എന്തെങ്കിലും മേടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് 3 ഉണ്ടായിരുന്നു. അതിപ്പോ ഈ വീട് മാറി പുതിയ വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് ഒരെണ്ണത്തിന് ചേട്ടന്റെ മോളെ കെട്ടിച്ച പയ്യന് അവന് കൊടുത്തു. ശരി. അപ്പൊ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചാൽ പട്ടിയാണല്ലേ കൊടുക്കണേ? പട്ടി ഗിഫ്റ്റ് ആയിരുന്നു. സ്ത്രീധനം എന്നല്ല, പട്ടിധനം ഒന്നും പറഞ്ഞു കൊടുക്കും. ഇപ്പൊ എനിക്കുള്ളത് ബീഗിൾ എന്ന് പറഞ്ഞിട്ട് ഒരു പപ്പി ഉണ്ട്. ഇപ്പൊ ലേല എന്നാണ് പേര്. ലേലയോ? ലേല. ഇപ്പൊ ഞങ്ങളുടെ ഏറ്റവും മെയിൻ ആണ് ഇപ്പൊ അവിടെ വീട്ടില്. ഒരു കൗതുകത്തിന് വളർത്തുന്നതാണോ ഈ മൃഗങ്ങളെയൊക്കെ, അതോ ഇതൊരു വരുമാനമായിട്ട് തന്നെയാണോ? അല്ല, എല്ലാം കൗതുകമുണ്ട്, പക്ഷെ അതിൽ കൂടെ എനിക്ക് വരുമാനം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു സമയത്ത് ജീവിച്ചിരുന്ന ഇതുങ്ങളൊക്കെ കൊണ്ട് തന്നെ കുറെ മുയലുണ്ടായിരുന്നു. മുയൽ കൃഷിയായിരുന്നു. ഞാനും വൈഫും കൂടി കുറെ മുയലുകളെ ഇങ്ങനെ കുഞ്ഞു കൂട്ടി ഇങ്ങനെ അടിക്കടിക്കുള്ളതൊക്കെ. അപ്പൊ രാവിലെ വെളുപ്പിന് 5 മണിക്ക് ഞാനും വൈഫും കൂടി നേരെ മാർക്കറ്റിലേക്ക് ബൈക്കിന് പോകും. അവിടെ ചെന്ന് കോളിഫ്ലവറിന്റെ ഇലയും ഇതൊക്കെ ചാക്കിയിട്ട് വൈഫ് ബാക്കിലേക്ക് പിടിക്കും. ഞാൻ വണ്ടി ഓടിച്ച് രാവിലെ വരും. ഞങ്ങൾ 5 മണിക്ക് മാർക്കറ്റിൽ പോകും. അങ്ങനെ കൊണ്ടുവന്ന് ഇതും കൊടുത്ത് രാത്രി ഭയങ്കര രസമോ. ഇതുങ്ങൾ ഒരു ദിവസം രാത്രി നമ്മൾ കഴിഞ്ഞിട്ട് രാവിലെ കൂട്ടി ചെല്ലുമ്പോൾ ഇത് കാണുമ്പോൾ അവിടെ ഇവിടെയൊക്കെ പ്രസവിച്ച് ഇങ്ങനെ കിടക്കണ്ടാവും കുഞ്ഞുങ്ങൾ. പിന്നെ അതുങ്ങളെയൊക്കെ എടുത്ത് ഞങ്ങളുടെ വീട്ടിലേക്ക് വെച്ചിട്ട് ചെറിയ ട്രേ പോലെ ഉണ്ട്, അതിൽ വെക്കും. അതിൽ വെച്ചിട്ട് ഫീഡ് ചെയ്യിക്കാനായിട്ടൊക്കെ നമ്മൾ അതേപോലെ ബോക്സ് ഒക്കെ റെഡി ആക്കുക. ഫീഡ് ചെയ്യിപ്പിച്ച് എല്ലാം കൊണ്ട് കഴിഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടിരുത്തും. അങ്ങനെ ഈ ട്രേയിൽ ഇങ്ങനെ അട്ടിയിട്ട് കുഞ്ഞുങ്ങളെ വെച്ചേക്കും. അപ്പൊ വളർന്നു വന്നിങ്ങനെ രോമൊക്കെ വന്ന് വൈറ്റ് കളറിലിരിക്കുമ്പോൾ ഒരു ദിവസം ഞാനും വൈഫും കൂടി പുറത്തേക്ക് പോയി എന്റെ വീട്ടിൽ പോയിട്ട് തിരിച്ച് അന്ന് വന്നില്ല. പിറ്റേ ദിവസം രാവിലെ മുകളിലാണ് കുഞ്ഞുങ്ങളെ വെച്ചത്. പിറ്റേ ദിവസം രാവിലെ വരുമ്പോഴത്തേക്ക് ആകെ നിറച്ച് കുഞ്ഞുങ്ങൾ സ്റ്റെപ്പേലൊക്കെ കൂടി ഇറങ്ങി ഇങ്ങനെ ഇരിക്കും എല്ലാം കൂടി ഈ ട്രെയിനിൽ ചാടി പോന്നിട്ടേ. അപ്പൊ ഞാനതൊക്കെ ഭയങ്കര കളർഫുൾ ആയിട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇതുപോലെ ഒരു ഫീഡ് ചെയ്തിരുന്നപ്പോൾ ഒരു കുഞ്ഞിന്റെ മേളിൽ വന്നിട്ട് അനക്കില്ലാതെ കിടക്കുക. അപ്പൊ മാറ്റി വെച്ചു, ചത്തു പോയിന്ന് മാറ്റി വെച്ചപ്പോൾ ഞാൻ ചുമ്മാ എടുത്തിട്ട് വായി പിടിച്ചിട്ട് ഒട്ടും ഉദം കൂതി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പടച്ചിൽ വന്നിട്ട് പിന്നെ പുള്ളി കൂളായിട്ട് ഓടി നടക്കുന്നത്. ശ്വാസം കിട്ടാണ്ടിരിക്കുകയായിരുന്നു. വെറുതെ പി ഊതണ പോലെ എടുത്ത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വീട് മാറിയപ്പോ അതൊക്കെ കഴിഞ്ഞു. കുറെ ഉണ്ടായിരുന്നു, 10-500 മേലെ ഉണ്ടായിരുന്നു. വീട്ടിൽ വളർത്തിയോ? ഈ ചെറിയ ചെറിയ കൂടുകളല്ലേ ഇങ്ങനെ, ഒത്തിരി മുയലുണ്ടായിരുന്നു. പരിപാടിക്ക് ഞാൻ ഡിഗ്രി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അന്നത്തെ പേയ്മെന്റ് വെച്ചാൽ 300 രൂപ ഒരു പരിപാടിക്ക്. അപ്പൊ ആ 300 രൂപ വെച്ചാൽ നമ്മൾ അതിന്റെ ഒരു ആവശ്യം ഇവിടെ കണ്ടു വെച്ചിട്ടാണ് ഈ പരിപാടിക്ക് പോകണം. നാളെ വന്നിട്ട് അത് ഓക്കെ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കാട്ടുമുയിലിരിക്കുന്നു. അത് 300 രൂപ കൊടുത്ത് അതിനെ മേടിച്ച് അവര് വളർത്തുമായിരുന്നു. അവിടെ വിൽക്കാൻ ഞാൻ അവിടെ നിന്ന് മേടിച്ച് പാക്ക് ചെയ്ത് അവിടെ നിന്ന് വണ്ടിക്ക് കൊണ്ടുവന്ന് കൂത്താട്ടുകുളത്ത് വന്ന് ഇറങ്ങി അവിടെ നിന്ന് ട്രാൻസ്പോർട്ട് കയറ്റി വെച്ച് ബാക്കിൽ കൊണ്ടുവന്നിരുന്ന് വീട്ടിൽ കൊണ്ടുവന്നു. അത് കാട്ടുമുയിലിൽ അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നായിരുന്നു. തീർച്ചയായിട്ടും. വിശക്കുമ്പോ പോത്തിനെ വെട്ടി കഴിക്കണത് അല്ല, പോത്തെന്ന് പറഞ്ഞിട്ട് നമ്മള് ഇത് എല്ലാത്തിനും നമ്മൾ കഴിക്കണല്ലോ. ശരിയാട്ടാ, ഞാൻ ഇപ്പഴത് ആലോചിച്ചത്. വലിയ കാര്യത്തിൽ ഇവിടെ ഇരുന്നിട്ട് പട്ടിയുടെയോ നമ്മള് സൂക്ഷിക്കണം, മൃഗങ്ങളെ നമ്മൾ അത്ര സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ട് ചേട്ടാ കഴിക്കാൻ വേണ്ട പോത്തും പൊറോട്ടയും. ഈ റൗണ്ടിന്റെ പേര് പാഞ്ച് കാ പഞ്ച് എന്നാണ്. പാഞ്ച് കാ പഞ്ച് പേരൊന്നും കേട്ട് ഞെട്ടണ്ട, 5 വാക്ക് പറയും. അത് കേൾക്കുമ്പോൾ എന്താണ് ഓർമ്മ വരണേ? ചിലപ്പോൾ ഒരു സ്റ്റോറി ആയിരിക്കാം, ഒരാളുടെ മുഖമായിരിക്കാം. അത് പറഞ്ഞാൽ മതി. നമ്പർ 1 താരരാജാവ്. ലാലേട്ടൻ. അപ്പൊ മമ്മൂക്കല്ലേ? ലെട്ടന്റെ കൂടെ മമ്മൂക്കയും ഇട്ട് തന്നതാ. വെട്ടുപോയിട്ടാ എടുത്ത് ചോദിച്ചപ്പോ. ശരി, അടുത്ത പറയട്ടെ. പറഞ്ഞു. നമ്പർ 2 അഞ്ഞൂറാൻ. എന്റെ അച്ഛൻ. നാട്ടുകാർക്കൊക്കെ അഞ്ഞൂറാൻ എന്ന് പറയുമ്പോ സാക്ഷാൽ എന്നെ വിളേനെ ഓർമ്മ വരുന്നത്. എന്താ സ്വന്തം അച്ഛൻ ഓർമ്മ വരുന്നത്? എന്റെ അച്ഛനെ നാട്ടിൽ 500 എന്ന് വിളിച്ചോണ്ടിരുന്ന സാർ. ഞങ്ങൾ 7 ആൺമക്കള്, ഏകദേശം അച്ഛൻ ആ ഒരു കട്ടൊക്കെയാണ്. അപ്പൊ ആരെങ്കിലും ചോദിക്കണമെങ്കിൽ പറയാം അതാ 500 മക്കളത്. അല്ല 500 വീട് വരെ പോവുക. അച്ഛൻ അങ്ങനെ വിളിച്ചോണ്ടിരുന്നത്. അച്ഛനും ഇഷ്ടമായിരുന്നു അങ്ങനെ വിളിക്കണ നാട്ടുകാര്. അച്ഛനെ നേരിട്ട് 500 എന്ന് വിളിക്കണല്ലേ. ശരി, 500 വീട് എന്ന് പറഞ്ഞാലാണ് നിങ്ങളുടെ വീട് കാണിച്ചത് അല്ലേ? ഓട്ടോക്കൂലി എന്ന് പറയുമ്പോ അനീസ്. ഇപ്പൊ എന്റെ കൂടെ ഉള്ള പയ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മാനേജറായിട്ട് ഇപ്പൊ കൂടെ ഉള്ളത് അവൻ ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു. അങ്ങനെ ഞാൻ ഈ പ്രോഗ്രാം കഴിഞ്ഞ് ഏത് പാതിരാത്രി വന്ന് വിളിച്ചാലും അവൻ വീട്ടിൽ നിന്ന് എണീറ്റ് വരും. അപ്പൊ ചില മാസങ്ങളിൽ വാടക കൊടുക്കുന്ന ഡേറ്റ് ഒക്കെ ആകുമ്പോൾ അവൻ അറിയാം എന്റെ ഉണ്ടാവില്ലെന്ന് അറിയാം. അപ്പൊ അവൻ ചേട്ടാ വെച്ചോട്ടെ എന്ന് പകലൊക്കെ ഒത്തിരി ഓടിയിട്ടുണ്ട്, ഇത് വെച്ചോന്ന് പറയാം. അങ്ങനെ എന്നെ അറിഞ്ഞ് വന്നാ. അപ്പൊ ഞാൻ കാർ മേടിച്ചപ്പോഴത്തേക്ക് അവനോട് ഓട്ടോ വിറ്റു, നീ എന്റെ കൂടെ എന്നുള്ള പറഞ്ഞു. അന്ന് തൊട്ട് ഇന്ന് വരെ ഇവിടെ വരെ എന്റെ കൂടെ ഉണ്ടാവും. സ്പോട്ട്ലൈറ്റിൽ ഇവിടെ എന്റെ അടുത്ത് ഇരിക്കുമ്പോ താഴെ ഉറക്കം തൂങ്ങുന്ന അതാണ് എന്റെ റൈറ്റ് ഹാൻഡ്. പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് പറയുമ്പോ അതും എന്റെ വീട് തന്നെ. ഏറ്റവും കൂടുതൽ ഓട്ടോ എന്റെ വീട്ടിൽ നിന്നാ പഞ്ചായത്തില്. നിങ്ങൾ 9 പേരല്ലേ? 9 പേര്, പിന്നെ വൈഫുമാര് എല്ലാം ഉണ്ട്. അങ്ങനെ ഇപ്പൊ കുട്ടികൾ വരെ വോട്ടായി. ചുരുങ്ങിയത് ഒരു പഞ്ചായത്തൊക്കെ മറിക്കാൻ ഞങ്ങൾ തന്നെ മതി. ഇപ്പൊ അവിടെ ആണെങ്കിൽ ഞങ്ങൾക്ക് ഒരു 10-30 വോട്ട് വരെ ഞങ്ങളുടെ. 30 വോട്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് മാത്രമോ? തീർച്ചയായിട്ടും ഉണ്ടാവും. ലാസ്റ്റ് വേണേ. ഓക്കെ. ധൈര്യം. എന്റെ ധൈര്യം എന്റെ വൈഫാണ്. പലപ്പോഴും തോറ്റുപോകുന്ന പറഞ്ഞ ഘട്ടത്തിൽ നിൽക്കുമ്പോഴും എന്റെ വൈഫാണ് എന്നെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവന്നത്. മിമിക്രി വേണ്ടാന്ന് തീരുമാനിച്ച് ഞാൻ എന്റെ കോസ്റ്റ്യൂമെ കൂടി കൂട്ടിയിട്ട് കത്തിച്ച് ഞാൻ. ശരിക്കും? ഒരു ഷോ കഴിഞ്ഞ് വന്നിട്ട് നടക്കൂല, ഇതുകൊണ്ട് പറ്റൂല, അങ്ങനെ കൂട്ടിയിട്ട് ഞാൻ കത്തിച്ച്. കാശില്ല, കാശ് അധികം എന്നല്ല, നമുക്ക് ആവശ്യത്തിന് പോലും കിട്ടാത്ത അവസ്ഥയാണ്. അപ്പൊ അങ്ങനെ ഞാൻ എല്ലാം കത്തിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വർക്കിന് പോവാം. അങ്ങനെ തീരുമാനിച്ച് പറഞ്ഞ ചേട്ടാ ഇത് മിമിക്രി നിർത്തി ജോലിക്ക് പോയി ഞാൻ തൂങ്ങിച്ചത്ത് കളയുന്നു. അങ്ങനെ പറഞ്ഞു എന്റെ വൈഫ്. അപ്പൊ എന്റെ ധൈര്യം എന്റെ വൈഫാ. ഈ പാഷാണ ഷാജിയുടെ ഒരു ഹൈലൈറ്റ് പുള്ളി തമ്മിൽ തല്ലിക്കും, വഴിതെറ്റിച്ചു കൊടുക്കും. ആകെ തലമ്പാണല്ലോ. സ്വന്തം ജീവിതത്തിൽ എങ്ങനെയാ? ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ പാഷാണ ഷാജി തന്നെയാണ്. അല്ല, ഞാൻ തമ്മിൽ തല്ലിക്കല്ല, വീട്ടിലാണ്
വീട്ടിലാണെങ്കിലും ഞാനിങ്ങനെ പറ്റിക്കുക കളിയാക്കുക ചിരിക്കുക ഇതെല്ലാം കഴിഞ്ഞിട്ട് വേറെ സീരിയസ് ആയിട്ട് ഞാൻ വീട്ടിൽ നടക്കാറില്ല. ഫുൾ ടൈം എന്തെങ്കിലും വർത്താനം പറഞ്ഞും ചിരിച്ചും കളിച്ചും ദേഷ്യം വരുമോ? ദേഷ്യം വരും, ദേഷ്യമൊക്കെ വരും. ഇപ്പൊ അങ്ങനെ ദേഷ്യപ്പെടാറൊന്നുമില്ല. നേരത്തെ നന്നായിട്ട് ദേഷ്യം വരുമായിരുന്നു. എന്ത് കാര്യത്തിന് ദേഷ്യം വരാ? ഒന്ന് പറഞ്ഞിട്ടുണ്ടാകത്തിന് ദേഷ്യം വരും. എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ, ഈ മുഖത്ത് എങ്ങനെ ദേഷ്യം വരും? അങ്ങനെ ദേഷ്യം വരില്ല, പിന്നെ വരത്തണമെങ്കിൽ വരുത്താ. വേണ്ട, ഞാൻ ചോദിച്ചു വാങ്ങിക്കുന്ന. ഞാൻ ദേഷ്യപ്പെട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെയാണെന്ന് അതിശയിച്ചു പോകും. അത്രക്ക് ദേഷ്യം തന്നെ ആളാ. പക്ഷെ അത് അങ്ങനെ ഇങ്ങനെയൊന്നും വരൂല, പക്ഷെ വന്നവര് വരവായിരിക്കുള്ളൂ. ഈ അടുത്ത് ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെട്ട കയ്യിന്ന് പോയതപ്പോഴാ? ട്രെയിനിൽ പോയപ്പോഴത്തേക്കാം. ട്രെയിനിൽ പോയപ്പോഴത്തേനും ഞാനും എന്റെ വൈഫ് അങ്ങനെ ഫാമിലിയൊക്കെ ഞങ്ങൾ മൂകാംബിക പോവുക. അങ്ങനെ പോണ സമയത്ത് ഒരാൾ അവിടെ ഇരുന്ന് ഉറങ്ങണപ്പോൾ എല്ലാം നമ്മൾ റിസർവ് ചെയ്തേക്കുന്ന സീറ്റാ. അപ്പൊ പുള്ളിയോട് റിസർവ് ചെയ്തേക്കുന്ന എഴുന്നേക്ക് കേട്ടാന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി ഉറക്കം അത് സ്ഥലത്തൊട്ടെ ഞാൻ ഉറങ്ങാന്ന് പറഞ്ഞു. അപ്പൊ എന്റെ വലത്തെ കൈ ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടിരിക്കുക. എന്റെ കൈ ഒടിഞ്ഞിട്ട് പ്ലാസ്റ്റർ ഇട്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ കേറണോട് ഇയാള് നിന്ന് തെറി തന്നെ പറയുക. ഫാമിലി എല്ലാം പോണത്. കുറെ ഞാൻ ഇങ്ങനെ ക്ഷമിച്ച്. അപ്പൊ ഞാൻ ഈ കൈ കൊണ്ടില്ല, ചേട്ടാ ഒന്ന് ഒതുങ്ങി ചേട്ടാ. അതുകൊണ്ടപ്പോ എന്നെയും തെറി പറഞ്ഞു. വൈഫ് കൂടെ ചേട്ടാ ഫാമിലി ഉണ്ട് തെറി പറയല്ലേന്ന്. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ഇതേപോലെ പിന്നെ ഒരു സൗണ്ടും അപ്പുറത്തും വൈഫ് പറഞ്ഞു സാജു അടി അങ്ങ് കൊടുത്തിട്ട് എന്നെ പിടിച്ചോണ്ട് അവിടെ കൊണ്ടിരുത്തി. ഈ കൈ പ്ലാസ്റ്റർ ഇട്ട് ഈ കൈക്കാ ഒറ്റ കൈ കൊണ്ട്. അതെ, എന്റെ കൈ മുഖം മൊത്തം ഉണ്ടായിരുന്നു. അല്ല അത്ര സഹി കേട്ടില്ല, തെറിയോട് തെറി. അത് കഴിഞ്ഞിട്ട് ഞാൻ തൃശ്ശൂരൊക്കെ ആയപ്പോൾ ഞാൻ ബാത്റൂം പോകാനായിട്ട് ഞാൻ അങ്ങോട്ട് ചെന്നു. അപ്പൊ പുള്ളി അവിടെ നിൽക്കിയ ഡോറിന്റെ അടുത്ത്. അപ്പൊ നീ എന്തെങ്കിലും ചെയ്ത് ഉന്തിയിട്ടല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ ഉള്ള കൈ ചുട്ടി പിടിച്ചിട്ട് അടുത്ത് തൊട്ടിരുന്നത്. പുള്ളി എന്നെ കണ്ടപ്പോഴത്തേ പുള്ളി എന്റെ അടുത്ത് പറയും ഹലോ കണ്ണട പൊട്ടി പോയിട്ടാന്ന്. അപ്പൊ ഞാൻ ചിരിച്ചെന്റെ ഇടപാട് വിട്ടു. അത്ര ദേഷ്യത്തിൽ നിൽക്കുന്ന പുള്ളി. ഞാൻ പൊതുവെ അങ്ങനെ ദേഷ്യം കാണിക്കാറില്ല. എന്ത് പിന്നെ എന്റെ ഊർജ്ജം കളയണത്. അല്ല പിന്നെ ഈ ദേഷ്യം വരാത്ത ആൾക്കാർക്ക് ദേഷ്യം വരുമ്പോഴാ കൂടുതൽ പേടിയാവും. അല്ല ഇപ്പൊ എനിക്ക് പറയാനുള്ള ഇപ്പൊ എന്നെ ദേഷ്യം ഞാൻ ഇത്ര നാൾ ദേഷ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. എന്നെ ഇവിടെ ഇരുത്തി ദേഷ്യപ്പെടുത്തരുത്, അത്രേ ഉള്ളൂ. ഇല്ല ഇല്ല ഇല്ല, എല്ലാം നല്ല രീതി വളരെ സന്തോഷമായി. ശാലിനി വിളിച്ചപ്പോഴത്തേക്കാണെങ്കിലും ഞാനേ ഇങ്ങനെ ഒരു ചാറ്റായിരിക്കും എന്ന് അറിയില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടിയൊക്കെ സമയമൊക്കെ എടുത്തല്ലേ. പിന്നെ നമുക്ക് തകർക്കായിരുന്നു. ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ. വീട്ടില് 2 മണിക്ക് കയറുന്നല്ലേ പറഞ്ഞേ? ഞാൻ സമയത്തിനൊക്കെ കയറുന്നാളാ. ഓക്കെ. അല്ല ഇപ്പൊ ഇനിയിപ്പോ എങ്ങോട്ടാ പോകുമ്പോഴേ? ഞാൻ വീട്ടിലേക്കാ. നമുക്ക് വേറെ പരിപാടി ഉണ്ടല്ലേ? എനിക്ക് വേറെ പരിപാടി ഉണ്ട്. ഞാൻ വീട്ടിലേക്ക് പോകില്ല, അവിടെ ചെന്നിട്ടാണ് വീട്ടിലേക്ക് പോകുള്ളൂ. താഴെ ഒരു അസിസ്റ്റന്റിന്റെ പയ്യനെ വെറുതെ ഇരുത്തിട്ടൂല്ലേ? അല്ല ഇതിലുള്ള പ്രശ്നം കോള് മുഴുവൻ അവൻ അറ്റൻഡ് ചെയ്യണത്. ആണോ? ശാപം കിട്ടോ. 3 നേരം നിസ്കരിക്കണ പയ്യനാ. പക്ഷെ ഇപ്പൊ അവൻ എന്റെ കൂടെ കൂടിയിട്ട് ഫോണിൽ കൂടി നുണ പറഞ്ഞ് ചീത്തയായി പോയി ഒന്ന് വിളിച്ചാൽ. അപ്പൊ ഷാജിട്ടാ കഴിഞ്ഞ 4 മണിക്കൂർ വളരെ രസമായിട്ട് തന്നെ പറഞ്ഞു. താങ്ക് യു. വന്നപ്പോ എന്റെ അടുത്ത് പറഞ്ഞു ഇപ്പൊ ഓട്ടോ ആണ്, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാത്രി പോകുന്ന വരെ തിരക്കാ അല്ലേ? ഈ തിരക്ക് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യട്ടെ, വീട്ടിൽ കയറാൻ സമയം കിട്ടാതിരിക്കട്ടെ. അങ്ങനെയല്ലേ എനിക്ക് ആശംസിക്കാൻ പറ്റുള്ളൂ. താങ്ക് യു വെരി മച്ച് എന്ന് ഞാൻ പറയും. പക്ഷെ എന്റെ വൈഫ് ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്ക് ശാലിനി നമ്പർ തപ്പിപ്പിടിച്ചെടുക്കും, വീടന്വേഷിച്ചു വരും. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ പ്രോഗ്രാം എല്ലാം അടിപൊളിയായിട്ട് മുമ്പോട്ട് പോട്ടെ. ശാലിനിക്ക് എന്റെ എല്ലാവിധ ആശംസകളും. സാജു നവോദയാണ് പറയണത്. പാഷാണം ഷാജിയാണെ ഒന്നും നന്നായിട്ട് പോണ ഇഷ്ടമല്ല, കലക്കി കളയും. പക്ഷെ ഇപ്പൊ പറഞ്ഞു സാജു നവോദയ. വെച്ചിരിക്കുന്നു. ഓക്കെ. സോ അടുത്ത ആഴ്ച അടുത്ത ഗസ്റ്റുമായിട്ട്